നമസ്കാരം. പിണറായി വിജയന്റെ 10 വർഷം നീണ്ട ദുർഭരണം അവസാനിപ്പിക്കാൻ കേരളീയ സമൂഹം ഒരുപോലെ ആഗ്രഹിക്കുന്നു. CPM-കാർ അടക്കമുള്ളവർ എങ്ങനെയെങ്കിലും ഈ കാരണഭൂതം ഒന്ന് ഇറങ്ങിപ്പോകണമെന്ന് നിലവിളിക്കുകയാണ്. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരേ ഒരു ഘടകം UDF അധികാരത്തിൽ വന്നാൽ ഇവിടെ ഇസ്ലാമിക ഭരണമാകും എന്ന തരത്തിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായി നടക്കുന്ന പ്രചരണമാണ്. ഒരു വശത്ത് CPIM പൊതുഖജനാവിലെ പണമെടുത്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സകല ചാനലുകളിലും പത്രങ്ങളിലും റോഡിലുമൊക്കെ ഹോർഡിങ്സും പരസ്യവും വ്യാജ വാർത്തകളും വ്യാജ സർവേകളും കൊടുത്ത് പറ്റിക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് UDF അധികാരത്തിൽ വന്നാൽ ഇവിടെ ഇസ്ലാമിക ഭരണമായിരിക്കും, ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയില്ല, ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജീവിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ CPM-കാരും സംഘപരിവാറുകാരും സംയുക്തമായി പ്രചരണം നടത്തുന്നു. KM ഷാജിയുടെ മതമാണ് പ്രശ്നം എന്ന പ്രസംഗമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടൂളായി ഉപയോഗിച്ചത്. KM ഷാജിയെ പോലുള്ളവർ മന്ത്രിയാകുന്ന ഒരു സർക്കാർ ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് പിണറായിയുടെ ദുർഭരണമാണ് എന്ന തരത്തിൽ ശക്തമായ പ്രചരണം CPM-ഉം സംഘപരിവാരും സംയുക്തമായി അഴിച്ചുവിട്ടു. അത് പലരെയും സ്വാധീനിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് യുക്തിവാദിയും സംഘപരിവാർ വരട്ടെ എന്ന നിലപാടെടുക്കുന്ന ആളുമായ ആരിഫ് ഹുസൈൻ തെരുവോത്തിൻ്റെ നിലപാടാണ്. പിണറായിയുടെ 3ാം ഭരണത്തിന് വേണ്ടി ആരിഫ് ഹുസൈൻ തെരുവോത്ത് ചില്ലറ അധ്വാനമല്ല സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നത്. ഈ ഒരു ട്രെൻഡ് മൃദുസംഖ്യകളെ വല്ലാതെ ബാധിച്ചിരുന്നു. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം മുതൽ അയ്യപ്പൻ്റെ സ്വർണ്ണമടക്കം സകലതും അടിച്ചുമാറ്റിയ നെറുകേട് പോലും ഇസ്ലാമിക പേടിയിൽ മറക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ വലിയൊരു വിഭാഗം മാറി. CPM-ന്റെ വ്യാജ പ്രചരണവും വലിയൊരു വിഭാഗത്തിൻ്റെ മുസ്ലിം പേടിയും UDF ഭരണം അസാധ്യമാക്കിയേക്കും, വീണ്ടും പിണറായിയുടെ ദുർഭരണം ഉണ്ടായേക്കും എന്ന തരത്തിൽ ഒരു ചർച്ചയ്ക്ക് വഴിതെളിച്ചു. മറുനാടൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഭരണത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്നു എന്ന തരത്തിൽ വ്യാജ പ്രചരണം പലരും നടത്തി. പക്ഷെ ഞാൻ പറയാറുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ ഘടകം ഭഗവാൻ അയ്യപ്പനാണെന്ന്. കലിയുഗവരദനായ അയ്യപ്പൻ്റെ ശക്തിയെ ആർക്കും കുറച്ചു കാണാൻ കഴിയില്ല. ഒരു കാരണവശാലും പിണറായിയുടെ ഭരണം ഉണ്ടാവരുതേ എന്ന് വാശിയുള്ളത് അയ്യപ്പനാണ്. 2018 യുവതീ പ്രവേശന വിഷയം മുതൽ ഇന്ന് വരെ അവർ നടത്തിയ കൊള്ളകൾ, വൃത്തികേടുകൾ അത് തുടരാൻ അനുവദിക്കരുതേ എന്ന് ഭഗവാൻ വാശിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഈ SDPI വിവാദ ചുഴിയിൽ പോയി വീണത്? ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയായിരുന്നു വാസ്തവത്തിൽ UDF-ന് ഏറ്റവും വലിയ വിനയായി മാറിയത്. ജമാഅത്ത് ഇസ്ലാമി എന്ന പാകിസ്ഥാനി സംഘടന അടിസ്ഥാനപരമായി രാജ്യത്ത് ഇസ്ലാമിക ഭരണം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടമാണ്. അവരെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയതും മീഡിയ വണും മാധ്യമവും ഉണ്ടാക്കിയതും. ഇവയിലൂടെ ഒക്കെ അവർ മതപ്രചരണം നടത്തുന്നതും. ഇവർ UDF-ന്റെ ഭാഗമാവുന്നു, UDF പരസ്യമായി പിന്തുണ സ്വീകരിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി തള്ളിക്കളയാൻ അവർക്ക് കഴിയുന്നില്ല എന്നത് വലിയൊരു തലവേദനയായി നിലനിൽക്കുമ്പോഴാണ് SDPI പിന്തുണയുമായി രംഗത്തെത്തുന്നത് CPM-ന്. SDPI-യും CPM-ഉം തമ്മിലുള്ള ഡീലിനെ കുറിച്ച് ആദ്യം ചർച്ച വന്നു. SDPI-യുടെ പിന്തുണ CPIM ചോദിച്ചിരുന്നുവെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് പിന്നീട് പറയുന്നു. SDPI-യുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് മന്ത്രി ശിവൻകുട്ടി രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനോട് SDPIയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉരുണ്ട് കളിക്കുകയാണ്. SDPI വർഗീയ പാർട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറയാൻ ധൈര്യമില്ല. എന്ന് വെച്ചാൽ SDPI പിണക്കാൻ അവർക്ക് മനസ്സില്ല. SDPIയുടെ പിന്തുണ തങ്ങൾക്ക് വേണമെന്ന് CPM തുറന്നു പറയുന്നു. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന വർഗീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ജമാഅത്തെ ഇസ്ലാമി. സംശയമുണ്ടോ? ഇല്ലല്ലോ. ആ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ 3 ആഴ്ച മുമ്പ് ഞങ്ങൾ UDF-നെ ഏകപക്ഷീയമായിട്ട് പിന്തുണക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞോ ഞങ്ങളുടെ വോട്ട് വേണ്ടെന്ന്? ജമാഅത്ത് കേക്ക് എന്തിനാ അതിനു വേണ്ടി വാദിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് വർഗീയമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. ആ വോട്ട് വേണ്ട എന്ന് UDF പറഞ്ഞില്ലല്ലോ. കേക്ക് CPM-ന് അതൊക്കെ വിശകലനം ചെയ്യേണ്ടതാണ് ഒരുപാട് കാര്യങ്ങൾ. ഞാനൊരു കാര്യം പറയാം, ഇതിന് മറുപടി പറയണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് UDF പറയണം. ആണോ? നിങ്ങൾ ഈ പിണറായിയോട് പറഞ്ഞ പോലെ പറയാൻ ആവശ്യം പിന്നെന്താ ഒരു അട്ടഹസിക്കുന്നത്? ഞങ്ങൾക്കതിന് കൃത്യമായ നിലപാടുണ്ട്. വർഗീയ പാർട്ടികളാണെന്നും ഭീകരവാദ പ്രസ്ഥാനങ്ങളാണെന്നും ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണെന്നും
കൃത്യമായിട്ട് വിശകലനം ചെയ്തു പോയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. AK ബാലൻ പറയുന്നത് SDP ഞങ്ങൾ ചേരും, അവരെ നന്നാക്കാനാണെന്നാണ്. ഇതിനിടയിലാണ് സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെയോടുകൂടി ഒരു SDPI വാർഡ് പ്രസിഡന്റിന്റെ പ്രസ്താവന വൈറലാകുന്നത്. വരും ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയാകാൻ പോകുന്ന ഒരു എളിയ പ്രസ്താവനയായിരുന്നു SDPIയുടെ ഒരു വാർഡ് പ്രസിഡന്റിന്റെ. ഈ SDPI വാർഡ് പ്രസിഡന്റ് പറഞ്ഞത്, ഞങ്ങൾക്കൊരു താല്പര്യവും CPM-നോടില്ല, പക്ഷെ ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുമെന്ന്. അതായത് SDPIയും CPM-ഉം തമ്മിൽ ധാരണയുണ്ടായിരിക്കുന്നു, വേണ്ട നിർദ്ദേശങ്ങൾ പാർട്ടി കൊടുത്തിരിക്കുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേറെ വേണോ? നോക്കൂ ഭഗവാന്റെ ഇടപെടലിൻ്റെ ഒരു ശക്തി. UDF-ന് അനുകൂലമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടപ്പോഴും UDF മുസ്ലിം ഭരണത്തിലേക്ക് നയിക്കും എന്ന ആശങ്കയോടെ CPM-ന് ദുർഭരണം മതി എന്ന് പറഞ്ഞിരുന്ന മുസ്ലിം വിരുദ്ധരായ മനുഷ്യന്റെ മുമ്പിൽ ഇപ്പോൾ 2 ചോയ്സാണുള്ളത്. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമി എന്ന രാഷ്ട്രീയ പാർട്ടി പിന്തുണയ്ക്കുന്ന UDF-നെ ജയിപ്പിക്കണമോ, അതോ SDPI എന്ന തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം പേറുന്ന LDF-നെ പിന്തുണയ്ക്കണമോ? 2 മുന്നണികൾക്ക് വോട്ട് ചെയ്താലും തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ UDF-ലൂടെ ഇസ്ലാമിക ഭരണം വരും എന്ന ഭയം മാറ്റാൻ CPM-നെ സഹായിക്കുന്നതുകൊണ്ട് ഗുണമില്ല എന്ന് മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിയേക്കാൾ അപകടകാരികൾ SDP ആണ് എന്ന് വ്യക്തമാണ്. ജമാഅത്ത് ഇസ്ലാമി ആശയപരമായാണ് എതിർക്കപ്പെടേണ്ടത്. ഇന്നേവരെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന ആരെയെങ്കിലും കൊന്നതായോ ആരെയെങ്കിലും അപായപ്പെടുത്തിയതായോ നമ്മളാരും കേട്ടിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമി ആശയപരമായി ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായിരിക്കുന്ന മീഡിയ വൺ വിഷം തുപ്പുന്നത് ഒഴിച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്നും കാര്യമായൊരു ആക്രമണം പൊതുസമൂഹത്തിനുണ്ടായിട്ടില്ല. എന്നാൽ SDPI അങ്ങനെയല്ല. SDPI പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ്. പോപ്പുലർ ഫ്രണ്ട് ഭീകരപ്രവർത്തനത്തിൻ്റെ പേരിൽ നിരോധിക്കപ്പെട്ടതാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ അവരെല്ലാം പുതിയ താവളമായി കണ്ടെത്തിയത് SDPI ആണ്. SDPIയും പോപ്പുലർ ഫ്രണ്ടും ചേർന്ന് അനേകം നിരപരാധികളെ മനുഷ്യരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. RSSനെയും BJPയെയും ഇല്ലാതാക്കാൻ, ഹിന്ദു സമൂഹത്തെ പോലും ഇല്ലാതാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ആയുധമെടുത്തതിൻ്റെ രക്തം പുരണ്ട കഥകൾ ഒരു ഹിന്ദുവിനും മറക്കാൻ കഴിയില്ല. പോപ്പുലർ ഫ്രണ്ട് സൃഷ്ടിച്ച അരാജകത്വത്തെ ഒരിക്കലും ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ മറക്കാൻ കഴിയില്ല. അത്തരത്തിൽ വർഗീയതയും ഭീകരതയും ഒരുമിച്ച് ചേർത്ത പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമായ SDPIയെ പിന്തുണയ്ക്കുകയാണ് മുസ്ലിം വിരോധത്തിൻ്റെ പേരിൽ LDF-ന് വോട്ട് ചെയ്യുന്നത് എന്ന് വ്യക്തമായതോടെ വാസ്തവത്തിൽ CPM സ്വയം കുഴി തോണ്ടി. ഞാനിതാണ് പറയുന്നത്, അയ്യപ്പൻ ഇവരെ തുടരാൻ അനുവദിക്കില്ല എന്ന്. ഇത് അയ്യപ്പൻ്റെ വാശിയാണ്. അയ്യപ്പൻ്റെ സ്വർണം പോലും മോഷ്ടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച ഇക്കൂട്ടർ ഇനി ഒരിക്കൽ കൂടി ഭരിച്ചാൽ ശബരിമലയിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്ന് അയ്യപ്പൻ അറിയാം. അതുകൊണ്ട് അയ്യപ്പൻ ഒരിക്കലും അനുവദിക്കില്ല. അവസാന നിമിഷം വരെ ഇവറ്റകളെ ആട്ടി അകറ്റുന്നതിന് വേണ്ടി അയ്യപ്പൻ തന്നെ തൻ്റെ പ്രതാപം ഉപയോഗിക്കും.